കഥ തുടങ്ങുന്നത് ഫ്ലാഡിയസ് എന്ന കഥാപാത്രത്തിലൂടെയാണ്. സാധാരണ മാന്ത്രിക വിദ്യകൾക്കും അപ്പുറമുള്ള ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ചില മനുഷ്യരിലും മൃഗങ്ങളിലും പടരുന്ന വിചിത്രമായ ഒരു രോഗത്തിന്റെ ചിത്രങ്ങൾ അദ്ദേഹം പരിശോധിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ആശുപത്രിയിൽ അഡ്മിറ്റായ ഒരു കൊച്ചു പെൺകുട്ടിയുടെ സെർവന്റ് കാരണമാണ് ഈ രോഗം പടരുന്നത് എന്ന് സൂചന ലഭിക്കുന്നു. അടുത്ത സീനിൽ നായകൻ സൈബറും അയാളുടെ മാസ്റ്ററായ അയാക്കയും ഒരു കാട്ടിലെത്തുന്നു. മറ്റ് മാസ്റ്ററുമായി ഒരു സഖ്യം അല്ലെങ്കിൽ അലയൻസ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സൈബർ അയാക്കയെ ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ അയാക്കയ്ക്ക് ഭയമാണ്. കാരണം ആ കാട്ടിൽ നിറയെ മാന്ത്രിക ഊർജ്ജം നിറഞ്ഞു നിൽക്കുകയാണ്. ആരെങ്കിലും തങ്ങളെ ആക്രമിക്കുമോ എന്ന് അവൾ പേടിക്കുന്നു. ഇതേസമയം ഫ്രാൻസിസ്ക എന്ന മറ്റൊരു കഥാപാത്രം സൈബർ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് കഴിയുന്നില്ല. സൈബറും അയാക്കയും കാട്ടിൽ വെച്ച് എൻകിഡോവിനെ കാണുന്നു. എൻകിഡോവിന്റെ മാസ്റ്റർ ഒരു സിൽവർ ഫോക്സ് ആണ്. തങ്ങളെ സഹായിക്കണമെന്ന് സൈബർ എൻകിഡോവിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ സൈബർ എത്രത്തോളം ശക്തനാണെന്ന് അറിയാൻ എൻകിഡോ ആഗ്രഹിക്കുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ ഒരു ഫ്രണ്ട്ലി ഫൈറ്റ് നടക്കുന്നു. മാരകമായ മാന്ത്രിക നീക്കങ്ങൾക്കൊടുവിൽ സൈബർ തന്റെ കഴിവ് തെളിയിക്കുകയും എൻകിഡോ അവർക്കൊപ്പം ചേരാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിന് ശേഷം അയാക്ക സൈബറിനോട് ദേഷ്യപ്പെടുന്നു. സൈബർ എന്തിനാണ് തന്നെ സംരക്ഷിക്കാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. താൻ ഒരു സാധാരണക്കാരിയാണെന്നും ഇത്തരം സംരക്ഷണം അർഹിക്കുന്നില്ലെന്നും അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്നാൽ സൈബർ അവളെ ആശ്വസിപ്പിക്കുകയും താൻ അവളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഒരു അസാസിൻ കടന്നു വരുന്നു. നഗരത്തിൽ അലയുന്ന ഒരു വലിയ ഭീകരജീവിയെ തോൽപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് അവൾ പറയുന്നു. ആ ഭീകരജീവി വെറും ഒരു രാക്ഷസനല്ല, മറിച്ച് ഭൂമിക്ക് തന്നെ ഭീഷണിയായ ഒരു ശാപമാണെന്ന് എൻകിഡോ വെളിപ്പെടുത്തുന്നു. ഇതിനിടയിൽ ഗിൽഗാമേഷ് എന്ന മറ്റൊരു ശക്തനായ കഥാപാത്രം ഈ പുതിയ കൂട്ടുകെട്ടിനെ കുറിച്ച് അറിയുന്നു. കഥ വീണ്ടും ആശുപത്രിയിലേക്ക് മാറുന്നു. സുബാക്കി എന്ന പെൺകുട്ടിയാണ് ഈ കറുത്ത മൂടൽമഞ്ഞിനും രോഗത്തിനും കാരണം. അവളുടെ മുറയിൽ വിഷലിപ്തമായ കറുത്ത പുക നിറഞ്ഞിരിക്കുകയാണ്. ഫ്ലാഡിയസും അയാളുടെ സെർവന്റ് ജാക്കും അവിടെ എത്തുന്നു. ആ പെൺകുട്ടിയെയും ഡോക്ടറെയും കൊല്ലാൻ ജാക്ക് ഒരുങ്ങുന്നുണ്ടെങ്കിലും ഫ്ലാഡിയസ് തടയുന്നു. ആ പെൺകുട്ടി തങ്ങളുടെ സുഹൃത്തോ ശത്രുവോ എന്ന് ഉറപ്പില്ലാത്തതിനാലാണ് അദ്ദേഹം ജാക്കിനെ വിലക്കുന്നത്. അവസാന രംഗത്തിൽ ഒരു വാമ്പയർ തന്നെ കാണാനോ വരുന്നുണ്ടെന്ന് പറയുന്നത് കാണിക്കുന്നു. ഇതോടെ വരാനിരിക്കുന്ന ഒരു വലിയ പോരാട്ടത്തിനെ കുറിച്ചൊരു സൂചന നമുക്ക് നൽകുകയാണ്. അടുത്തതായി ഹർലി എന്ന പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവൾ അപകടകാരിയായ ഒരു സെർവന്റിനെ വിളിച്ചു വരുത്തിയെങ്കിലും അവളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു. മരിക്കാറായ ഹർലിയെ ഫീലിയ എന്ന പെൺകുട്ടി രക്ഷിക്കുന്നു. ഫീലിയ ഒരു എയിംസ്മാൻ കുടുംബാംഗമാണെന്ന് വെളിപ്പെടുത്തുന്നു. സെർവന്റിന് വേണ്ടി സ്വയം ബലിയർപ്പിക്കുന്നത് തന്റെ കാലത്ത് സാധാരണമാണെന്ന് ഫീലിയ ഹെർലിയോട് പറയുന്നു. അടുത്ത ഭാഗത്ത് സിഗ്മയും ഫ്ലാഡിയസും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ്. തന്നെ അസാസിൻ ആക്രമിച്ചുവെന്നും എന്നാൽ സൈബർ തന്നെ രക്ഷിച്ചുവെന്നും സിഗ്മ അറിയിക്കുന്നു. സൈബർ സിഗ്മയോട് ഒപ്പം നിൽക്കാൻ ആവശ്യപ്പെടുന്നു. സിഗ്മ പിന്നീട് അയാൾക്ക് വിശ്രമിക്കുന്ന മുറിയിലെത്തി തന്റെ പേര് വെളിപ്പെടുത്തുകയും താനും ഈ ഹോളി ഗ്രെയിൽ യുദ്ധത്തിലെ ഒരു മാസ്റ്ററാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഫീലിയസും ഹർലിയും ഇൻഡസ്ട്രിയൽ ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർ ഹെറാക്ലിസിനെയും അയാളുടെ മാസ്റ്ററായ കോർഡിലിയനെയും കാണുന്നു. ഹെറാക്ലിസ് ഫീലിയയെ ആക്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഒരു പോറൽ പോലും എടുക്കുന്നില്ല. ഫീലിയ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തുന്നു. ഇതിനിടയിൽ കോർഡിലിയൻ ചില വിചിത്ര ജീവികളെ വിളിച്ചു വരുത്തി യുദ്ധം കടുപ്പിക്കുന്നു. സൈബറും സിഗ്മയും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ അസാസിൻ കടന്നു വരികയും സിഗ്മയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. അതൊരു കൂലിപ്പടയാളിയാണെന്നും തനിക്ക് പിന്നിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് സിഗ്മ സമ്മതിക്കുന്നു. അവസാനം സൈബറും സിഗ്മയും അസാസിനും തമ്മിൽ ഒരു താൽക്കാലിക സമാധാന കരാറിൽ ഒരു സീസ്ഫയറിൽ ഏർപ്പെടുന്നു. ഹർലിയുടെ സെർവന്റ് ശത്രുക്കളെ ക്രൂരമായി കൊല്ലുന്നത് കണ്ട് ഫ്രാൻസിസ്ക ആവേശഭരിതയാകുന്നു. അവൾ തന്റെ സെർവന്റിനെ യുദ്ധക്കളത്തിലേക്ക് അയക്കുന്നു. അവിടെ എത്തുന്ന ഫ്രാൻസിസ്കയുടെ സെർവന്റ് തന്റെ മാതൃക വിദ്യയും ഗ്രാൻഡ് ഇല്യൂഷൻ ഉപയോഗിച്ച് എല്ലാവരെയും ഞെട്ടിക്കുന്നു. താൻ യുദ്ധം സുഖമായി നടക്കാൻ വേണ്ടി വന്നതെന്നും ഒരു ഡീൽ ഉണ്ടാക്കുമെന്നും അയാൾ പറയുന്നു. സിഗ്മ സൈബറിനോട് നിർണായകമായ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. ഈ യുദ്ധം തുടങ്ങിയത് അമേരിക്കൻ ഗവൺമെന്റാണ്. സിഗ്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് ഏജൻസികളാണ്. അവസാനം അവരെല്ലാം ചേർന്ന് ഒരു സംഖ്യ രൂപീകരിച്ചതോടെ സുബാക്കി എന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് ജസ്റ്റർ വരാനിരിക്കുന്ന വലിയ അപകടത്തിന്റെ സൂചന നൽകുന്നു. അടുത്തതായി നമുക്ക് ഫ്ലാറ്റ് എസ്കോണിന്റെ ഭൂതകാലത്തിലൂടെയാണ് കാണിക്കുന്നത്. ഫ്ലാറ്റ് എന്തെങ്കിലും തങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് ഭയന്ന അയാളുടെ കുടുംബം അയാളെ വെറുത്തിരുന്നു. എന്നാൽ ലോർഡ് എൽ മെലോയി ഫ്ലാറ്റിനോട് പറയുന്നു കുട്ടികൾ ഒരിക്കലും വ്യാജമായി പുഞ്ചിരിക്കരുത് എന്നാണ്. വർത്തമാനകാലത്ത് ഫ്ലാറ്റ് ഒരു കൗബോയ് വേഷത്തിൽ എങ്ങോട്ടോ യാത്ര ചെയ്യുകയാണ്. അയാൾക്കെയും സൈബർ തങ്ങളെ ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അമേരിക്കൻ ഗവൺമെന്റ് മേധസ്സും കൈകോർത്തിരിക്കുകയാണെന്ന വാർത്ത അവരെ അത്ഭുതപ്പെടുത്തുന്നു. ഇതിനിടയിൽ സിഗ്മ തന്റെ പക്കൽ ചില രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു. ജസ്റ്റർ എന്ന വാമ്പയർ ആശുപത്രിയിൽ ഒളിച്ചിരിക്കുകയാണെന്ന് സിഗ്മയ്ക്ക് അറിയാമെങ്കിലും അയാൾ അത് മറ്റുള്ളവരോട് പറയുന്നില്ല. കാസ്റ്റർ എന്ന സെർവന്റ് പോലീസ് ഓഫീസർമാരുമായി സംസാരിക്കുന്നു. ജസ്റ്റർ കൈയൊടിച്ച ഒരു പോലീസ് ഓഫീസർക്ക് കാസ്റ്റർ തന്റെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ചൊരു മെറ്റൽ ഹാൻഡ് വെച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നു. ഇതൊരു യഥാർത്ഥ കൈ പോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് കാസ്റ്റർ ഉറപ്പ് നൽകുന്നു.
നടക്കുന്നു. പോലീസ് ചീഫ് ഒർലാൻഡോ തന്റെ അസിസ്റ്റന്റിനെ സംശയിക്കുകയും അവൾക്ക് നേരെ വാൾ ഓങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ഫ്ലാറ്റ് എത്തുകയും തന്റെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് ഒർലാൻഡോയുടെ നീക്കങ്ങളെ തടയുകയും ചെയ്യുന്നു. ഫ്ലാറ്റ് ഒർലാൻഡോയെ കാണാൻ വന്നത് സുബാക്കി എന്ന പെൺകുട്ടിയെ സംരക്ഷിക്കാനാണ്. താനൊരു തേർഡ് റേറ്റ് മേജ് ആണെന്ന് ലോർഡ് എൽ മെലോയി ഒർലാൻഡോയോട് പറയുന്നുണ്ടെങ്കിലും ഫ്ലാറ്റിന്റെ കഴിവെല്ലാം അവരെ ഞെട്ടിക്കുന്നു. സുബാക്കിയുടെ മാതാപിതാക്കൾ അവളെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റുകയായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. അവർ അവളെ സ്നേഹിച്ചിരുന്നുവെങ്കിലും ഒരു പക്ഷിയെ കൂട്ടിലടയ്ക്കുന്നത് പോലെയായിരുന്നു അവളുടെ ജീവിതം. ജസ്റ്റർ അവളെ ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് അറിഞ്ഞ സിഗ്മ അയാക്കയോടും സൈബറോടും വാമ്പയർ എവിടെയുണ്ടെന്ന് തനിക്ക് അറിയുമെന്ന് വെളിപ്പെടുത്തുന്നു. ഫ്ലാഡിയസ് തന്റെ ലക്ഷ്യത്തിനു വേണ്ടി ആരെയും ബലികൊടുക്കാൻ തയ്യാറായ ഒരു നിഴൽ രൂപത്തിൽ ഷാഡോ വിളിച്ചു വരുത്തുന്നു. ഇതിനിടയിൽ സുബാക്കിയെ സംരക്ഷിക്കാൻ പോലീസുകാർ ആശുപത്രിക്ക് ചുറ്റും അണിനിരക്കുന്നു. ഫ്ലാറ്റും തന്റെ സെർവന്റ് ജാക്കും അവിടെയുണ്ട്. എന്നാൽ പെട്ടെന്ന് ഫ്ലാറ്റ് ഒരു വലിയ അപകടം മണക്കുന്നു. അവസാന രംഗത്തിൽ അതിശക്തനായ ഹെറാക്ലിസ് വിചിത്രമായ ഒരു ജീവിയുടെ പുറത്തിരുന്ന് അവിടേക്ക് വരുന്നത് കാണിക്കുന്നു. ഇത് കണ്ട് അവിടെയുള്ള പോലീസുകാർ ഭയചരിതരാകുന്നു. സുബാക്കിയെ കൊല്ലാനായി എത്തിയ ഹെറാക്ലിസിനെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഭയചകിതരാകുന്നു. ഫ്ലാറ്റ് തന്റെ സെർവന്റായ ജാക്കിന് യുദ്ധത്തിൽ ഇടപെടാൻ അനുമതി നൽകുന്നു. ഹെറാക്ലിസ് തന്റെ വഴി തടയുന്ന പോലീസുകാരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. സുബാക്കിക്ക് നേരെ അയാൾ ഒരു അമ്പ് എയ്യുന്നുണ്ടെങ്കിലും ജസ്റ്റർ അത് തടയുന്നു. ഒരേ മുഖമുള്ള നിരവധി പോലീസുകാർ ഹെറാക്ലിസിനെ ആക്രമിക്കുന്നത് കാണാം. ഇത് ജാക്കിന്റെ മാന്ത്രിക വിദ്യയായിരുന്നു. ജാക്ക് തന്റെ രൂപം മാറുകയും ഹെറാക്ലിസിന്റെ വിചിത്ര ജീവിയെ നിഷ്പ്രയാസം കൊല്ലപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഭീകരമായ യുദ്ധം കണ്ട് ജസ്റ്റർ ആവേശഭരിതരാകുന്നു. ആകാശത്ത് നിന്ന് വാളുകളുടെ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് കിങ് ഓഫ് ഹീറോസ് ഗിൽഗാമേഷ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നു. ഹെറാക്ലിസ് ഗിൽഗാമേഷിന് നേരെ അമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഗിൽഗാമേഷ് അത് തടയുകയും പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അമ്പ് സുബാക്കിക്ക് നേരെ പോകുമ്പോൾ സൈബർ ഇടപെട്ട് അവളെ സംരക്ഷിക്കുന്നു. അയാക്കെ സുരക്ഷിതമായി ചർച്ചിൽ എത്തിക്കാൻ സൈബർ സിഗ്മയോട് ആവശ്യപ്പെടുന്നു. സുബാക്കിയെ രക്ഷിക്കാൻ സിഗ്മയും അസസിനും ഒപ്പം ചേരുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയെ രക്ഷിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യത്തിന് വേണ്ടിയാണ് താൻ ഇത് ചെയ്യുന്നതെന്ന് അസാസിൻ വെളിപ്പെടുത്തുന്നു. ഗിൽഗാമേഷ് സൈബറിന് നേരെ വാളുകൾ എയ്യുന്നു. സൈബർ അവയെല്ലാം തടയുന്നു. സൈബറിന്റെ കഴിവ് കണ്ട് ഗിൽഗാമേഷ് ഇംപ്രസ് ആകുന്നു. ഗിൽഗാമേഷും എൻകിഡോവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സൈബർ സൂചിപ്പിക്കുന്നു. സൈബർ ഒരു യോഗ്യനായ ശത്രുവാണെന്ന് അംഗീകരിച്ച് ഗിൽഗാമേഷ് അവരെ പരീക്ഷിക്കാൻ തയ്യാറാകുന്നു. മറുഭാഗത്ത് ഹെറാക്ലിസും ജാക്കും തമ്മിലുള്ള യുദ്ധം തുടരുന്നു. ഹെറാക്ലിസ് അതീവ ശക്തിയായി ജാക്കിനെ നേരിടുന്നു. ജാക്ക് തന്റെ ക്ലോണുകളെ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹെറാക്ലിസ് ജാക്കിനെ കഴുത്തിന് പിടിച്ച് അവനെ നിസ്സഹായനാക്കുന്നു. ഇതിനിടയിൽ ജോൺ എന്ന പോലീസ് ഓഫീസർ ഹെറാക്ലിസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹെറാക്ലിസ് അയാളെ ദൂരേക്ക് എറിയും. യുദ്ധം മുറുകുന്ന ഘട്ടത്തിൽ എപ്പിസോഡ് അവസാനിക്കുന്നു.